ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ 9 ഇന്നത്തെ എൻ്റെ നോമ്പ് തുറക്കാനുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ മിക്സ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിന് ഞാൻ കുറച്ച് മസാല ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ട് മസാലയാക്കി വെച്ച്, പിന്നെ നമ്മൾ ഈ പച്ചമുളകും മല്ലിച്ചപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാലയാക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒരു പാട്ടായിരിക്കും 1.5 പാട്ട വെള്ളത്തിൻ്റെ കണക്കിന് ഒഴിച്ചു കൊടുത്ത് പിന്നെ അരി ഇട്ടിട്ട് പിന്നെ ഞാൻ കുക്കർ വിസിലാക്കല്ല മിക്സ് ബിരിയാണിക്ക്. അതിൻ്റെ മുകളിൽ നല്ലൊരു പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല വലിയ പാട്ടിലൊന്ന് വെള്ളം വെച്ച് കൊടുത്തിട്ട് ദമ്മിൽ വെച്ചിട്ട് എടുക്കൽ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചോറ് അടിക്കി പിടിക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ മസാല എല്ലായിടത്തേക്ക് പിടിച്ചിട്ട് നല്ല ചോറ് എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഈ കുക്കറിൽ വിസിലാക്കിയാൽ ചോറിന് ഒരു മുകളിൽ മസാല എല്ലാം മുകളിൽ വന്ന് നിന്നിട്ടുണ്ടാവും, താഴെയുള്ള ചോറ് അതേപോലെ ഉണ്ടാവും മസാലയൊന്നും പിടിക്കാണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ മിക്സ് ബിരിയാണി ഉണ്ടാക്കി വെച്ച് പിന്നെ അതിൻ്റെ ഒരു ചട്നിയും ആക്കി, ഉള്ളിയും പച്ചമുളകും തേങ്ങയും മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടൊന്ന് ഒരു ചട്നി ഉണ്ടാക്കി വെച്ച്. പിന്നെ നമ്മളെ കടിയെന്ന് വെച്ചാൽ നമ്മളെ പണ്ടത്തെ കടി കായ് പൊരിച്ചതും ഉള്ളിവടയും അതും ഉണ്ടാക്കി വെച്ച്. പിന്നെ കുടിക്കാൻ ഇന്ന് ബത്തക്ക ജ്യൂസാക്കി, പിന്നെ ബത്തക്ക കുറച്ച് മുറിച്ച് വെച്ച്. ഇപ്പോൾ പിന്നെ നല്ല പുതിയ പുതിയ ട്രെൻഡിങ് കടികളെല്ലാം ഇല്ലല്ലേ. അപ്പോൾ ഞാൻ നമ്മളെ പണ്ടത്തെ കടി തന്നെ ഇന്ന് അതിനെ മതി പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കായ് പൊരിച്ച് ഉള്ളിവടയും ഉണ്ടാക്കി വെച്ചിട്ട് ഒപ്പിച്ച്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഇതന്നെ, നമ്മൾ ചിക്കൻ മിക്സ് ബിരിയാണിയും കായ് പൊരിച്ചതും ഉള്ളിവടയും ബത്തക്ക ജ്യൂസും ബത്തക്കയും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ആക്കാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരും മിസ്സാക്കാണ്ട് എൻ്റെ വീഡിയോസ് കാണുക, പിന്നെ ഒന്ന് സപ്പോർട്ടാക്കുക.